വയനാട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പല സമയത്തും വയനാട്ടിൽ വന്ന റൂം കിട്ടാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അത്തരം സഞ്ചാരികൾക്ക് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിലേക്ക് വരാം. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഈ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ? ഇത് സർവീസ് നടത്തുന്ന ബസ്സുകളല്ല, ഇത് യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ലീപ്പർ ബസ്സുകളാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് സൗകര്യങ്ങൾ. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ കോർഡിനേറ്റർ CD വർഗീസാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് സൗകര്യങ്ങളുള്ളത്? എങ്ങനെയാണ്? നമുക്ക് ഇവിടെ 5 ബസ്സുകളാണ് സ്ലീപ്പറായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത് 4 ബസ്സുകൾ ഡോർമെട്രിയും 1 ബസ് ഫാമിലി റൂമുമാണ് മാറ്റിയിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ബസ് എന്താ? ഇത് ഡോർമെട്രിയാണ്. നമുക്ക് ഈ ഡോർമെട്രിയിൽ എന്തൊക്കെയാണ് സൗകര്യമുള്ളതെന്ന് നോക്കാം. എത്ര പേർക്ക് കിടക്കുക ഇതിൻ്റെ അകത്ത് ഒരു ബസ്സിൽ? 16 ബെഡ് സ്പേസ് ആണ് ഓരോ ബസ്സിലും ഉള്ളത്. ഒരാൾക്ക് 160 രൂപയാണ് ചാർജ്. 160 രൂപയുള്ളൂ? അത്രയേ ഉള്ളൂ. AC ആണ് 160 രൂപയ്ക്ക്. വൈകുന്നേരം 5:30 ചെക്ക് ഇൻ ചെയ്യാം, രാവിലെ 9 മണി വരെ യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വളരെ വൃത്തിയുള്ള ടോയ്ലറ്റുകളുണ്ട്. ഒരാൾക്ക് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ 160 രൂപ AC ആണ്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ ഒരു സേവനമാണ് KSRTC ഈ സ്ലീപ്പർ ബസ്സിൽ കൊടുക്കുന്നത്. സിംഗിൾ അക്കോമഡേഷൻ 160 രൂപയാണ്. ഇത് എങ്ങനെയുള്ള ആളുകളെ സഞ്ചാരികളെ ഉപയോഗിക്കുക? അധികം ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരുമിച്ച് വരുന്ന ആളുകൾ അവർ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു ട്രാവലറിൽ വരുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിരിക്കും. സ്ത്രീകൾക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം ഉപയോഗിക്കാം. അതുപോലെ ഡ്രസ്സിംഗ് സൗകര്യമുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ഡ്രസ്സിംഗ് റൂമുണ്ട്. സ്ത്രീകൾക്കാണ് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിൽ ടൂർ വരുമ്പോൾ ഇത്രയും പേർക്ക് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് AC അക്കോമഡേഷൻ എന്നുള്ളതാണ് KSRTC മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനത്തെ നല്ല ചാനൽ ആദ്യമായിട്ടുണ്ടോ സ്ലീപ്പർ ചെയ്യുന്നത്? ഇതിലിപ്പോൾ എത്ര പേർക്ക്? അങ്ങനെ 2 ഫാമിലി റൂമാണുള്ളത്. ഒരു ഫാമിലി റൂമിൽ 4 പേർക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? നമ്മൾ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1000 രൂപയ്ക്കാണ് 4 പേർക്ക് താമസിക്കാനുള്ള AC റൂം കൊടുക്കുന്നത്. KSRTC ബസ്സിലാണ്. ആനവണ്ടി പ്രേമികൾക്കൊക്കെ അതിൻ്റെതായ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടാവും KSRTC ബസ്സിൽ ഒരു രാത്രി സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഇത് ഏത് രീതിയിലുള്ള ആളുകൾ, ഫാമിലിയൊക്കെ വന്ന് താമസിക്കാം? ഫാമിലിയാണ് മെയിനായിട്ട്, ഫാമിലിയാണ് വന്ന് ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഫാമിലി ഇതിൽ പാസ് ചെയ്യുന്ന ആളുകൾ, ബാംഗ്ലൂർക്ക് പോകുന്ന ആളുകൾ. അതുപോലെ ഇതൊക്കെ നമ്മൾ ഒരു നൈറ്റ് ഇപ്പോൾ 5 മണി ചെക്ക് ഇൻ അങ്ങനെയാണോ? 5:30 ചെക്ക് ഇൻ ചെയ്യാം, രാവിലെ 9 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. ബത്തേരി KSRTC ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഈ താമസ സൗകര്യം മാത്രമല്ല, ഇവിടെ നിന്ന് രാത്രി വനത്തിലൂടെ യാത്ര കൂടി KSRTC ഓഫർ ചെയ്യുന്നുണ്ട്. ജംഗിൾ സഫാരി എന്നുള്ള പേരിൽ. വൈകിട്ട് 7 മണിക്കാണ് നമ്മൾ ജംഗിൾ സഫാരി തുടങ്ങുന്നത്. 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 80 കിലോമീറ്ററോളം ദൂരം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്ത് തിരിച്ച് നമ്മൾ സുൽത്താൻ ബത്തേരി ഡിപ്പോയിലോ അല്ലെങ്കിൽ മാനന്തവാടിയിൽ നിന്ന് തിരിച്ചെത്തും. വളരെ സുരക്ഷിതമായ രീതിയിൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, പ്രകൃതിയോടെ ഇണങ്ങിയിട്ടുള്ള, പ്രകൃതിയിലൂടെ ഒരു യാത്ര നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ജംഗിൾ സഫാരി. നല്ല രീതിയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയെ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റാണ് ഈ ജംഗിൾ സഫാരി എന്ന് പറയുന്നത്. ഇതാണ് ബസ് സ്റ്റോറിൻ്റെ ഒരു പഴയ KSRTC ബസ് ഓൾട്ടർ ചെയ്ത് ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടുക, അകത്തെന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ബസ് സ്റ്റോറൻറ്റിൻ്റെ അകത്താണ് നമ്മളുള്ളത്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഇതപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പ്? എങ്ങനെയാണ് KSRTC ട്രൈബൽ വകുപ്പാണോ? എങ്ങനെയാണ് ഇതിൻ്റെ നടത്തിപ്പൊക്കെ? ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അപ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിലില്ലാത്ത കുറേ യുവതിയുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. 5:30 വന്നിട്ട് പൂരി ഉണ്ടാക്കും, പത്തിരി, നൂൽപുട്ട്, വെള്ളയപ്പം, അതിനുള്ള വെജിറ്റബിൾ കറി, മുട്ടക്കറി, കടലക്കറി, എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ തന്നെ ചെയ്യും. ഇവിടെ KSRTCയിൽ വരുന്ന ആളുകൾ നമ്മളെ ഉദ്ദേശിച്ച് രാവിലെ തന്നെ വരും. ഇവിടെ ഈ ബസ്സിൽ താമസിക്കുന്നവരൊക്കെ വരുമോ? താമസിക്കുന്നവരൊക്കെ അധികം ഇവിടെയാണ് വരാറ്. അപ്പോൾ സ്ലീപ്പർ ബസ്സിൽ താമസിക്കുന്നവർക്ക് 3 നേരത്തെ ഭക്ഷണവും ഈ ബസ് സ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാം. അപ്പോൾ ബത്തേരി KSRTC ബസ് സ്റ്റേഷനിലെത്തിയാൽ സ്ലീപ്പർ ബസ്സിൽ താമസിക്കാം. അത് ഒറ്റയ്ക്കാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഗ്രൂപ്പാണെങ്കിലും താമസിക്കാം. ബസ് സ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. രാത്രി ജംഗിൾ സഫാരിക്കും പോവാം.
കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.